ഹായ് വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. ഇന്ന് NMMS എക്സാമിൻ്റെ ഒരു അടിപൊളി ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഫിസിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വളരെ സെക്കൻഡുകൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പല കുട്ടികൾക്കും ഈ ഒരു കോൺസെപ്റ്റ് അറിയാത്തതിൻ്റെ പേരിൽ വലിയ വലിയ സ്റ്റെപ്പുകളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഒന്നും നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോകരുത്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇതാണ്. 2016 ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: എ കാർ കവേഴ്സ് ഹാഫ് ദ ഡിസ്റ്റൻസ് വിത്ത് എ സ്പീഡ് ഓഫ് 40 km/h and other half with a speed of 60 km/h. The average speed of the car during the whole journey is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മലയാളം വായിക്കാം. ഒരു കാർ പകുതി ദൂരം 40 km/h വേഗതയിലും അടുത്ത പകുതി ദൂരം 60 km/h വേഗതയിലും സഞ്ചരിക്കുന്നു. കാറിൻ്റെ ശരാശരി വേഗതയാണ് കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്നത്. ശരാശരി വേഗത അഥവാ എന്താണ്? യെസ്, ആവറേജ് സ്പീഡാണ് കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആവറേജ് സ്പീഡ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എന്താണ്? യെസ്, ആവറേജ് സ്പീഡ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ് അല്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. പക്ഷേ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കിയേ, ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ് ഇല്ല, മൊത്തം ദൂരം ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? അല്ലെങ്കിൽ NMMSന് വേണ്ടി നല്ലപോലെ പ്രിപ്പയർ ചെയ്തൊരു കുട്ടി എങ്ങനെയാണ് ചെയ്യേണ്ടത്? യെസ്, അതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. സോ ഒറ്റ ക്വസ്റ്റ്യനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ കറക്റ്റ് ആക്കിയിട്ട് പോകണം. ഈ ഒരു ഷോർട്ട് കട്ട് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. യെസ്, ഇക്വേഷൻ ഇതാണ്: ആവറേജ് സ്പീഡ് ഈക്വൽ ടു 2v1 v2 ബൈ v1 പ്ലസ് v2. എന്താണ് ഇക്വേഷൻ? 2v1 v2 ബൈ v1 പ്ലസ് v2. എന്താണ് v1, എന്താണ് v2? അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ എവിടെയൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്? അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ പറയാണ്, ഈ ഒരു വണ്ടി അല്ലെങ്കിൽ ഈ ഒരു കാറ് ആദ്യത്തെ പകുതി ദൂരം 30 സ്പീഡിലും രണ്ടാമത്തെ പകുതി ദൂരം 50 സ്പീഡിലും പോയി എന്നിരിക്കട്ടെ. ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ പകുതി 30 സ്പീഡിലും രണ്ടാമത്തെ പകുതി 50 സ്പീഡിലാണ് പോയതെങ്കിൽ നിങ്ങൾ ഷോർട്ട് കട്ടിൽ ഉപയോഗിക്കേണ്ട ഒരു ഇക്വേഷനാണ് ഏത്? യെസ്, വി ആവറേജ് ഈക്വൽ ടു 2v1 v2 ബൈ v1 പ്ലസ് v2. ഏതാണ് ഇക്വേഷൻ? 2v1 v2 ബൈ v1 പ്ലസ് v2. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. ഫിസിക്സിൻ്റെ NMMS ബുക്ക് ഉണ്ടായിരിക്കും. സോ അതിലേക്ക് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി വെക്കുക. 2v1 v2 ബൈ v1 പ്ലസ് v2. ഉപയോഗിക്കേണ്ട സന്ദർഭവും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കണം, അതുപോലെ തന്നെ ഡിഫറൻറ്റ് വെലോസിറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ ഡിഫറൻറ്റ് സ്പീഡ് ആയിരിക്കണം, വ്യത്യസ്ത സ്പീഡുകളായിരിക്കണം. ഓക്കെ, അതിലെന്താണ് v1, എന്താണ് v2? യെസ്, ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ സ്പീഡാണ് എന്ത്? v1 എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്പീഡിനെ നമ്മൾ v2 എന്ന് പറയും. അപ്പോൾ ഇവിടെ v1 ഉണ്ട്, v2 ഉണ്ട്. അപ്പോൾ നമ്മൾ ആവറേജ് സ്പീഡ് കാണാൻ എന്താണ് ചെയ്യേണ്ടത്? യെസ്, 2v1 v2 ബൈ v1 പ്ലസ് v2. റെഡി? ഇനി ഈ ഒരു ഇക്വേഷൻ അറിയാത്ത കുട്ടി എങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നുണ്ടാവുക? യെസ്, അതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം ഈ ഒരു ഇക്വേഷൻ അറിയാത്ത കുട്ടി വളരെ കൂടുതലധികം സ്റ്റെപ്പുകളൊക്കെ വെച്ചിട്ടായിരിക്കും ആ ഒരു കുട്ടി ചെയ്യുന്നുണ്ടാവുക. സ്വാഭാവികമായിട്ട് ആ ഒരു കുട്ടിയുടെ ടൈം പോവും, ആ കുട്ടിയുടെ മാർക്ക് പോവും, ചിലപ്പോൾ ഒരു തെറ്റുത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും, അതുപോലെ സമയം പോവും, മറ്റുള്ള ചോദ്യങ്ങൾ ചെയ്യാനുള്ള സമയം ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഷോർട്ട് കട്ട് ഇക്വേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? 1 മിനിറ്റിനകത്ത് തന്നെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് കൊണ്ട് തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. റെഡി? അപ്പോൾ ഇക്വേഷൻ അറിയാത്ത കുട്ടി എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസിനെ എക്സ് എന്നെടുക്കും, അതുപോലെ പകുതി ഡിസ്റ്റൻസിനെ x/2 എന്നെടുക്കും, ബാക്കി പകുതി ഡിസ്റ്റൻസിനെ x/2 എന്നെടുക്കും. എന്നിട്ട് അവിടെ നിന്ന് ടൈമിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കും, അതുപോലെ തന്നെ ആവറേജ് സ്പീഡിൻ്റെ ഡയറക്റ്റ്ലി ഇക്വേഷനിൽ കൊടുക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, രണ്ട് വെലോസിറ്റികൾ ദൂരം തുല്യമാണെങ്കിൽ, രണ്ട് വ്യത്യസ്ത വെലോസിറ്റികളും ദൂരം തുല്യവുമാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇതാണ്: 2v1 v2 ബൈ v1 പ്ലസ് v2. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു കാറ് പകുതി ദൂരം 40 km/h വേഗതയിലും അടുത്ത പകുതി ദൂരം 60 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കാറിൻ്റെ ശരാശരി വേഗതയല്ലേ കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്നത്? യെസ്, ആവറേജ് സ്പീഡാണ് അല്ലേ? ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ നമുക്കിപ്പോൾ അറിയാലോ, ഷോർട്ട് കട്ട് ഇക്വേഷൻ. യെസ്, 2v1 v2 ബൈ v1 പ്ലസ് v2 ആണ് ഇക്വേഷൻ അല്ലേ? 2v1 v2 ബൈ v1 പ്ലസ് v2. അങ്ങനെയാണെങ്കിൽ v1 എത്രയാണ്? യെസ്, v1 എന്ന് പറഞ്ഞാൽ 40 ആണ്, v2 എന്ന് പറഞ്ഞാൽ 60 ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ 2 × 40 × 60 ബൈ 40 പ്ലസ് 60 എന്ന് കിട്ടും. ശരിയല്ലേ? യെസ്. ഇനി 60 × 40 എന്ന് പറഞ്ഞാൽ 6 4s are 24. ഇനി 24 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4800 എന്ന് കിട്ടും. ഇവിടെ മുകളിൽ ചെയ്ത് കഴിയുമ്പോൾ 4800 ബൈ
100 കിട്ടും അല്ലേ. 4800/100 കിട്ടും. മുകളിലത്തെയും പൂജ്യങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞു, താഴത്തെയും പൂജ്യങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം പൂജ്യങ്ങൾ തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോവും. സോ ഫൈനലി നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് കിട്ടുന്നത് 48 എന്നാണ് കേട്ടോ. 48 km/h എന്നാണ് കിട്ടുന്നത്. സോ നമുക്ക് ഓപ്ഷൻ ഉണ്ടോ 48? യെസ്, ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ നമ്പർ 1 ആണ് കേട്ടോ. ഓപ്ഷൻ നമ്പർ 1 48 km/h. ഇങ്ങനെ നിങ്ങൾ ഈ ഒരു ഷോർട്ട് കട്ട് ഇക്വേഷൻ പഠിച്ചതുകൊണ്ട് എന്താണ് ഉപകാരം? വളരെ കുറഞ്ഞ സമയം കൊണ്ട് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വലിയൊരു റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാത്ത കുട്ടി എക്സ് എടുത്തും x/2 എടുത്തും ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചും ടൈം കണ്ടുപിടിച്ചും ഒക്കെ ഒരുപാട് സമയം കളയും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ വീഡിയോ കണ്ട നിങ്ങൾ ഒരു കാരണവശാൽ ഇത്തരത്തിലൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ എക്സ് എടുത്തിട്ടോ മറ്റുള്ള രീതിയിലേക്കൊന്നും ചിന്തിക്കരുത്. ഒരുപാട് കുട്ടികൾ അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ സ്പെസിഫിക് ആയിട്ട് എടുത്ത് ചെയ്യുന്നത്. സോ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കൊരു ഷോർട്ട് കട്ട് ഇക്വേഷനിലൂടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. സോ അത്രയേ ഉള്ളൂ. നിങ്ങൾ NMMS എഴുതുന്ന കുട്ടികളിലേക്ക് ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം കൂടുതൽ ഷോർട്ട് കട്ടുകൾക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. സോ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.